യേശുവിന്റെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ പ്രതീകവും യഥാർത്ഥ പ്രകടനവുമാണ്. യേശുവിന്റെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. ദൈവത്തിന് ഈ മനുഷ്യ മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടിട്ടുള്ള ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കണം. ആ കുത്തിത്തുളയ്ക്കപ്പെട്ട ഈശോയുടെ ആ തിരുഹൃദയം ഓരോ ദിവസവും വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാക്കുകളാലോ പ്രവൃത്തികളാലോ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. അത് ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കുവാനായിട്ട് വെളിലഭിച്ച നാം ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അകന്ന് നമ്മൾ ലോകത്തിന് അനുരൂപരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നിന്ദിക്കുകയും ഏറ്റവും ആദ്യം വേദനിപ്പിക്കുകയും ചെയ്തത് ഈശോയുടെ തിരുഹൃദയത്തെയാണ് എന്നുള്ള യാഥാർത്ഥ്യം. അതാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ ഹൃദയം ആ കുരിശിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടതുപോലെയാണ്. പുരോഹിതൻ അഭിഷിക്തൻ തന്റെ കരങ്ങളില് ഈശോയെ എടുത്ത് രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു നിമിഷമുണ്ട്. രണ്ടായിട്ട് വിഭജിക്കുന്ന നിമിഷത്തില് ഈ പരിശുദ്ധമായ അൽത്താരയിൽ നിന്ന്, അഭിഷിക്തന്റെ കരങ്ങളിൽ നിന്ന് ഈശോയുടെ ആ തിരുരക്തവും തിരുജലവും ദൈവമക്കളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഒഴുകി ഇറങ്ങുന്നുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യം. നിങ്ങൾ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, നിന്റെ പാപം കടം ചുമപ്പാണെങ്കിലും, അത് കാർമേഘം പോലെ കറുത്തതാണെങ്കിലും, ഒരിക്കലും കർത്താവ് നിന്റെ പാപത്തിലേക്ക് നോക്കുന്നില്ല. മറിച്ച് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും കർത്താവിന്റെ കരുണ ഈ ലോകത്തിലേക്ക് അനർഘമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദി ഒഴുകുന്നത് പോലെ ഈ അൽത്താരയിൽ ഈ പരിശുദ്ധ കുർബാന നമ്മൾ സമാപിച്ച അവസാനത്തെ ആശീർവാദം ലഭിക്കുന്ന അതേ നിമിഷം തന്നെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പരിശുദ്ധ കുർബാന ആരംഭിക്കുകയായി. ആ പരിശുദ്ധ കുർബാന അവസാനിപ്പിക്കുമ്പോഴേക്കും ഈ ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പരിശുദ്ധ കുർബാന ആരംഭിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ, ഈ 7 ഭൂഖണ്ഡങ്ങളിൽ നടന്നിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ 24